ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ പണി കഴിഞ്ഞിട്ട് എത്താൻ ഒരു 4 മണിയൊക്കെയാവും. അവിടെ എന്തൊക്കെയോ പണികളുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസിങ് സ്ഥലത്ത് എത്തുമ്പോഴേക്ക് ഒരു 4 മണിയൊക്കെയാവും. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് നമ്മൾ കയറി പോകുന്നതിൻ്റെ സൈഡിൽ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. അതോടെ തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് പേഷ്യൻ്റൊക്കെ നോക്കുന്നുണ്ട്. 5 മണി 6 മണിക്കൊക്കെ ഹോസ്പിറ്റലിൽ എന്തോ കോൾ വരുന്നുണ്ട്, സിസേറിയൻ ഉണ്ട്, പിന്നെ ബ്ലീഡിങ് ആയിട്ടൊരു പേഷ്യൻ്റ് പോകുന്നുണ്ട്. അപ്പോഴും അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ പുറത്തുള്ള കുട്ടീനോട് ചോദിക്കുന്നുണ്ട്, അയാൾ എന്താ കയറി പോകാത്ത, കുറച്ച് നേരം അയാൾ നിൽക്കണേ. അപ്പോൾ കുട്ടികൾ ഞാൻ നേരത്തെ അവിടെ കയറാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു അവസാനം കഴിഞ്ഞിട്ട് അവസാനം കയറാമെന്ന് പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് പിന്നെ അയാൾ പറഞ്ഞിട്ട് കയറുന്നില്ല എന്ന്. ഞാനത് മറന്നുപോയി. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് ഏതാണ്ട് ഒരു 10 മണിയൊക്കെ ആവും. ആ ഒരു സമയമാകുമ്പം ആ മനുഷ്യൻ വേഗം കയറി വന്നു അവസാനത്തെ പേഷ്യൻറ്റ് പോയി കഴിഞ്ഞപ്പോൾ. ഞാൻ നിങ്ങൾ നേരത്തെ നിൽക്കുന്നുണ്ടല്ലോ, പോകാതിരുന്നില്ല, എന്താ പ്രശ്നം? അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യ നിങ്ങൾ മുന്നേ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു പൈസ തന്നിട്ടുണ്ടായിരുന്നില്ല, അത് തരാൻ വേണ്ടിയിരുന്നു. ഞാൻ നിങ്ങൾ നേരത്തെ തന്ന് പോയിക്കോളൂ, ഞാൻ തരില്ല, അന്ന് തരാൻ പറ്റില്ല, നിങ്ങളൊരു സോറി പറഞ്ഞിട്ട് പൈസ അങ്ങ് തരാൻ വേണ്ടി വന്നതാണ്, നമ്മൾ തിരക്കങ്ങ് കഴിഞ്ഞു പോട്ടെ എന്ന് വെച്ചിട്ട് കാത്തത്. എനിക്ക് ഇയാളെ മുഖം വലിയ പരിചയമൊന്നുമില്ല, എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ നിങ്ങളെ പൈസയാണെന്ന് പറഞ്ഞിട്ടൊരു ബാഗ്, ഒരു പോളിത്തീൻ ബാഗിൽ അതിന് കുറേ പൈസ എടുത്ത് ടേബിളിന് മുകളിൽ വയ്ക്കുന്നുണ്ട്. ഏതാണ്ടൊരു ചില്ലറയും ബാക്കിയുള്ള കുട്ടികൾ എണ്ണി നോക്കുമ്പോൾ 1300 1400 രൂപ ഉണ്ട് അതിനകത്ത്. ആ ബാഗിനകത്തൊരു കടലാസ്, ഒരു ഡിസ്ചാർജ് കാർഡുണ്ട്, നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് കാർഡാണ്. അതിൽ എഴുതിയിട്ടുണ്ട് ഈ കോർണൽ പ്രഗ്നൻസി റപ്ചർ, കോർണൽ റിസെക്ഷനിലാണ്. നമ്മുടെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ സാധനം കാണാൻ. അപ്പോഴാണ് എനിക്ക് ആളായിരുന്നു ഇയാളെ മനസ്സിലായത്. അപ്പോൾ എനിക്ക് സാധനം മനസ്സിലായി. ഒരു 8-9 മാസം മുന്നേ ആണ്. ഒരു ദിവസം രാവിലെ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ ഇറങ്ങുന്നതിന് ജസ്റ്റ് മുന്നേ തന്നെ ഒരു പേഷ്യൻ്റ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇയാളുടെ ഭാര്യയാണ്. നല്ല പെയിനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരവിടുന്ന് ചെയ്തൊരു UPTൻ്റെ റിസൾട്ട് ഉണ്ട്, അത് പോസിറ്റീവ് ആണെന്നുണ്ട്. പെയിന് വന്നപ്പോൾ അബോഷനോ എക്ടോപ്പിക്കോ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ചിലപ്പോൾ എന്താ വെച്ചാൽ അബോഷനോ, ചിലപ്പോൾ ട്യൂബിൽ കയറുമ്പോൾ അങ്ങനത്തെ ഒന്നും പ്രശ്നമായിരിക്കും. അത്ര സിവിയർ പെയിന് വരുന്നത്. അപ്പോൾ ഞാൻ തന്നെ പേഷ്യനെ കിടത്തി നമ്മുടെ കൺസൾട്ടിങ് റൂമിൽ അൾട്രാസൗണ്ട് മെഷീൻ ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഏർലി പ്രഗ്നൻസിയിൽ ട്രാൻസ്വജനൽ സ്കാൻ ചെയ്യുക, ഉള്ളിൽ കൂടെ ചെയ്യുന്ന സ്കാൻ ചെയ്യുക, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സ്കാൻ ചെയ്യുന്ന ആദ്യത്തെ നമ്മൾ പ്രോബ് വെക്കുന്ന സമയത്ത് യൂട്രൈൻ ക്യാവിറ്റിനുള്ളിൽ ഫീറ്റസ് നമ്മൾ കാണുന്നത് അതിൻ്റെ മെഷർമെൻറ്റ് നമ്മളെടുക്കും. CRL എന്ന് പറയുന്നത് എത്ര ആയിട്ടുണ്ട്, ഒരു 10-11 വീക്സ് ഒക്കെ ഉള്ളൊരു ഫീറ്റസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് നോക്കി കഴിഞ്ഞ പേഷ്യൻ നല്ല പെയിൻ ഉണ്ട്, ആ സമയത്ത് നല്ല പെയിൻ ഉണ്ട്, ചെറിയ ബ്ലീഡിങ് ഉണ്ട്. പിന്നെ നമ്മൾ അഡ്നെക്സൈഡ് നോക്കും, യൂട്രൈൻ ഓവറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രശ്നമുണ്ടെന്ന് പ്രോബ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മാറ്റി നോക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ യൂട്രൈൻ ക്യാവിറ്റിയിലൂടെ പ്രോബ് വരുമ്പോഴേക്കും പിന്നെ യൂട്രൈൻ ക്യാവിറ്റിനുള്ളിൽ ബേബി കാണുന്നില്ല. എന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസി ആക്ച്വലി ശരിക്കുള്ള പ്രോപ്പർ യൂട്രൈൻ ക്യാവിറ്റിനുള്ളിലല്ല ഉള്ളത്, പുറത്ത് ഈ കോർണോ എന്നൊരു സാധനമുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ യൂട്രസിൻ്റെ ട്യൂബിൻ്റെ സൈഡിലോട്ട് അടുക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഈ കോർണർ സാധനത്തിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, വളരാൻ പറ്റില്ല ക്യാവിറ്റിനുള്ളിലത്തെ മാത്രം. ക്യാവിറ്റി ഇല്ലാണ്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമായിരുന്നെന്ന് വെച്ചാൽ 3-4 കിലോ ബേബി പ്ലാസിൻ്റെ വെള്ളം ഇതൊക്കെ നമുക്ക് വലുതായിട്ട് അത്രയും 8-10 കിലോ പിന്നെ ഹെൽഡ് ചെയ്തോളും, കുഴപ്പമുണ്ടാക്കും. പക്ഷേ ഇതെന്താ വെച്ചാൽ കോർണർ പ്രഗ്നൻസി റപ്ചറാണ്. ആ സ്പോട്ടിലാണത് റപ്ചറാണ്. നമ്മൾ ലൈവായിട്ട് റപ്ചർ അങ്ങോട്ട് കാണുന്ന മാതിരിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പേഷ്യൻ്റ് ഭയങ്കര പിന്നെ എന്താ പറയുക, പൾസ് പിന്നെ കൂടാൻ തുടങ്ങി, BP കുറഞ്ഞു. ഇയാൾ വന്ന ഓട്ടോറിക്ഷ തന്നെ നമ്മൾ കൊണ്ട്, ഞാനും അതിൻ്റെ അകത്ത് കയറിയിട്ട് വേഗം അവിടെ തിയേറ്ററിൽ എത്തിക്കുന്നുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് പിന്നെ ബാങ്കിൽ വിട്ട് പിന്നെ ഈ ജാഫറിനെ അവരെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ 4 പേര് ബ്ലഡ് എങ്ങാണ്ട് അവർ അറേഞ്ച് ചെയ്തു. ഞങ്ങൾ അപ്പം തന്നെ സർജറി ചെയ്ത് പേഷ്യൻ്റ് റെഡിയായി. 5-ാമത്തെ ദിവസം കണ്ട് അവർ ഡിസ്ചാർജ് ചെയ്ത് പോരും. ഞാൻ പിന്നെ മറന്നു പോയിട്ടുണ്ട്, നമ്മളിതിനെപ്പറ്റി ആലോചിക്കുന്നില്ല, വേറെ ഇതൊക്കെ പേഷ്യൻ്റ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ മനുഷ്യൻ അന്ന് വന്ന് പോയില്ലേ, വന്ന് പോയിട്ട് അയാൾക്ക് ഓർമ്മയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്തിട്ടുണ്ട്, സ്കാനിങ്ങിന് പൈസ തരാണ്ട് അയാൾ പോയെന്ന് അയാൾ വിചാരിക്കണം. അയാളെ മനസ്സിൽ അതൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഭാരം, ഒരു ഇടങ്ങാറായിട്ട് അയാൾ കിടക്കുന്നുണ്ട്. അത് തിരിച്ച് ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള ഭാരം ഇറക്കുക, ഇത് തന്നിട്ട് അയാൾക്കൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് അയാളാണ് നിൽക്കുന്നത്. സത്യമാണ്, എനിക്ക് ഭയങ്കര എന്താ പറയുക, നമ്മുടെ ഭയങ്കര ഇമോഷണലായി. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില വിചാരിക്കില്ല ചില സാധനങ്ങൾ. എന്ന് വെച്ചാൽ നമ്മൾ ഈ മുസ്ലിങ്ങൾ പറയില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച് മയ്യത്തെടുക്കുന്ന നമ്മൾ പള്ളി എന്ന് പറയില്ലേ, ഈ നമ്മൾ ആരാ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് വെച്ചാൽ ഇയാൾക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ട്, കട ഉണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തോളാം, എന്താണെന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്ത് തരണം എന്ന് പറയില്ല. അന്ന് ഭയങ്കര ഹക്ക് ബാത്തിൽ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ കൊണ്ടുവന്നൊരു സാധനം നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര അത്യാവശ്യം അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഇടയ്ക്കുള്ള രീതിയിലാണ് നമ്മുടെ ഈ സാധനം ഉണ്ടാവുക നമ്മൾ വിചാരിക്കുന്നത്. ഈ ഒരു സാധനത്തിൻ്റെ മറുവശം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മധു എന്ന് പറഞ്ഞ മനുഷ്യൻ, ഇടക്കാലത്ത് വിശക്കണ മനുഷ്യൻ നമ്മളെല്ലാവരും കൂടെ കുറച്ച് ആൾക്കാർ തള്ളിക്കൊണ്ടു. ആ മനുഷ്യന് ഇയാളെയും കൂടെ ഞങ്ങൾ നോക്കാം. ഇത് രണ്ടും കൂടെ 2 സ്ഥലത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ, ഞാനതാ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് എ മെഡിക്കൽ ഭയങ്കര സംഭവമൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ വല്ലാണ്ട് ടച്ച് ചെയ്ത് പോയൊരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഈ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ, ഈ മധു ചിലപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യനായിരിക്കാം. അയാൾ വിശന്ന് പോയി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ എന്തോ ചെയ്തു പോയിട്ടുണ്ടാവും. ഓരോ മനുഷ്യനും ബേസിക്കലി ഭയങ്കര നന്മയുള്ള ആൾക്കാരാണ്. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മനുഷ്യൻ അയാൾക്ക് അറിയൂല എത്ര ഇതിൻ്റെ പൈസ എത്രയാണെന്ന് അറിയാം. നമ്മൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാനിങ് എത്ര 200 രൂപയും കണ്ട് വാങ്ങിക്കുന്നുണ്ട് ഒരു പേഷ്യൻ്റ്. ആ പൈസ തരാൻ അയാൾക്ക് എത്രയാണെന്ന് പോലും അറിയില്ല. അയാളെല്ലാം ഉണ്ടാക്കി വെച്ച സ്വരൂപിച്ച് എന്തൊക്കെയോ ആക്കി വെച്ച പൈസയാണ് അയാൾ തരുന്നത്. ഈ രാത്രി 12 മണിക്ക്, അത് ഡിസംബറൊക്കെയാണ്, ഈ കാട്ടിക്കുളം തോൾപ്പെട്ട് എവിടെയോ ജീവിക്കുന്ന മനുഷ്യനാണ്. ആ പൈസ അയാളെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ട് അയാളെ തിരിച്ച് കൊണ്ടുപോകാൻ ഞാൻ കുറേ പണിയെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അയാൾ പോകുന്നുണ്ട്, അയാൾ പറഞ്ഞിട്ട് തന്നിട്ടേ പോകുന്നുണ്ട്. ആ മനുഷ്യൻ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ നമുക്കുള്ളൊരു ഇമോഷൻസ് ഉണ്ടല്ലോ, അത് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഇപ്പം അടുത്തൊരു എന്താ പറയുക NSSൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ കുട്ടികളായിട്ട് സാധനം ഷെയർ ചെയ്യുന്നത്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ മെഡിക്കൽ മിറാക്കിൾ. അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല. നമ്മൾ ഭയങ്കര മെഡിക്കലി നമ്മളൊന്നും ചെയ്തു, സാധാരണ ഒരു കോർണൽ റിസെക്ഷൻ എക്ടോപിക് കൺസ് അത്രേ ഉള്ളത്. അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനം, ഇതൊരു പ്രശ്നമല്ല. പക്ഷേ ഈ സോഷ്യോ പൊളിറ്റിക്കൽ സാധനങ്ങളുണ്ടല്ലോ, അതും ഇങ്ങനത്തെ സാധനങ്ങളും കാണുമ്പോഴാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു സാധനമാണ്.